വരാൽ, സ്നേക്ക് ഹെഡ്. ശാസ്ത്രീയ നാമം, ജന്മസ്ഥലം, ഗുണങ്ങൾ, ദോഷങ്ങൾ. വരാൽ എന്ന മീനിന്റെ ശാസ്ത്രീയ നാമം ചന്ന സ്ട്രിയാറ്റ എന്നാണ്. ഇതിനെ നദീവരാൽ എന്നും പറയാറുണ്ട്. ജന്മസ്ഥലം: തെക്ക് കിഴക്കൻ ഏഷ്യയാണ് വരാലിന്റെ ജന്മസ്ഥലം. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, മ്യാൻമർ, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ചൈന, കംബോഡിയ, വിയറ്റ്നാം, ലാവോസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ശുദ്ധജല നദികളിലും തടാകങ്ങളിലുമെല്ലാം ഇവയെ കാണാൻ സാധിക്കും. ഗുണങ്ങൾ: വരാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള മീനാണ്. ഉയർന്ന പ്രോട്ടീൻ. ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ വരാലിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളുടെ വളർച്ചയ്ക്കും കേടുപാടുകൾ തീർക്കുന്നതിനും സഹായിക്കുന്നു. കുറഞ്ഞ കൊഴുപ്പ്. ഇതിൽ കൊഴുപ്പ് കുറവായതുകൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാം. ഒമേഗ-3 ഫാറ്റി ആസിഡ്. തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുന്നതിനും സഹായിക്കുന്ന ഒമേഗ-3 ഫാറ്റി ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിനുകളും ധാതുക്കളും. വരാലിൽ വിറ്റാമിൻ ഡി, വിറ്റാമിൻ ബി12, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങളുണ്ട്. വരാലിന് മുറിവുകൾ പെട്ടെന്ന് ഉണക്കാനുള്ള കഴിവുണ്ടെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. ദോഷങ്ങൾ: അതിവേഗം പെരുകുന്ന ഒരു മത്സ്യമായതുകൊണ്ട് പല രാജ്യങ്ങളിലും വരാൽ ഒരു പ്രശ്നകാരിയായ ജീവിയായി മാറിയിട്ടുണ്ട്. പരിസ്ഥിതിക്ക് ദോഷം: വരാലിന് വെള്ളമില്ലാതെയും കുറച്ചു സമയം ജീവിക്കാൻ സാധിക്കും. ഇവ മറ്റു മത്സ്യങ്ങളെയും ചെറുജീവികളെയും വേട്ടയാടി തിന്നുന്നത് തദ്ദേശീയ മത്സ്യസമ്പത്തിന് ഭീഷണി ഉണ്ടാക്കുന്നു. കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്: ഇവയുടെ വഴുവഴുപ്പുള്ള ശരീരവും കൂർത്ത പല്ലുകളും കാരണം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പാചകരീതി: ശരിയായ രീതിയിൽ വൃത്തിയാക്കി പാചകം ചെയ്തില്ലെങ്കിൽ മണ്ണിന്റെ രുചിയുണ്ടാവാൻ സാധ്യതയുണ്ട്. വരാൽ അമേരിക്കയിൽ ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഫ്രാങ്കൻ ഫിഷ് എന്നും മോൺസ്റ്റർ ഫിഷ് എന്നുമൊക്കെയാണ് ചിലയിടങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയിലെ വരാൽ പ്രശ്നം: അമേരിക്കയിലെ തദ്ദേശീയ മത്സ്യങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഈ മീൻ. വരാൽ ഒരു ആക്രമിച്ച് കീഴടക്കുന്ന ജീവിയാണ്, ഇൻവേസീവ് സ്പീഷീസ്. അതായത് അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലല്ലാത്ത ഒരു സ്ഥലത്തേക്ക് എത്തിയാൽ അവിടുത്തെ മറ്റ് ജീവികളെ നശിപ്പിക്കാനുള്ള കഴിവ് അവയ്ക്കുണ്ട്. വരാലിന് ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടാക്കാൻ ചില പ്രത്യേക കഴിവുകളുണ്ട്. അതിവേഗത്തിലുള്ള പ്രജനനം: ഒരു വരാൽ പെൺമത്സ്യത്തിന് ഒരു വർഷം ഏകദേശം 50,000 മുട്ടകൾ വരെ ഇടാൻ സാധിക്കും. ഇത് അവയുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വേട്ടയാടാനുള്ള കഴിവ്: വരാൽ ഒരു ശക്തനായ വേട്ടക്കാരനാണ്. അത് തദ്ദേശീയ മത്സ്യങ്ങളെയും തവളകളെയും മറ്റ് ചെറിയ ജീവികളെയും ധാരാളമായി ഭക്ഷണമാക്കുന്നു. ഇത് അവിടുത്തെ ജല ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ താളം തെറ്റിക്കുന്നു. കരയിൽ ജീവിക്കാനുള്ള കഴിവ്: വരാലിന് വെള്ളത്തിന് പുറത്ത് കുറച്ചു സമയം ജീവിക്കാൻ സാധിക്കും. ഇതുവഴി ഒരു ജലാശയത്തിൽ നിന്ന് മറ്റൊരു ജലാശയത്തിലേക്ക് ഇവയ്ക്ക് ചെറിയ ദൂരം സഞ്ചരിക്കാൻ കഴിയും. വെള്ളപ്പൊക്ക സമയങ്ങളിലും മറ്റും പുതിയ സ്ഥലങ്ങളിലേക്ക് ഇവ വളരെ എളുപ്പത്തിലെത്തുന്നു. 2002 മേരിലാൻഡിലെ ഒരു കുളത്തിൽ വരാലിനെ കണ്ടെത്തിയതോടെയാണ് ഈ പ്രശ്നം അമേരിക്കയിൽ കൂടുതൽ ശ്രദ്ധ നേടിയത്. ചില ആളുകൾ ഇതിനെ വളർത്തു മത്സ്യമായി വാങ്ങി വലുതായപ്പോൾ കുളങ്ങളിലും നദികളിലുമൊക്കെ ഉപേക്ഷിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് കരുതുന്നു. ഇതിനെ തുടർന്ന് അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും വരാലിനെ ജീവനോടെ കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതും നിയമവിരുദ്ധമാക്കി. എങ്കിലും ഈ പ്രശ്നം പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവ വളരെ വേഗത്തിൽ പെരുക്കുകയും പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. അമേരിക്കയിലെ മത്സ്യത്തൊഴിലാളികളും ശാസ്ത്രജ്ഞരും ഈ മീനിനെ നിയന്ത്രിക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില റെസ്റ്റോറന്റുകൾ വരാൽ വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തി ഈ മത്സ്യത്തിന്റെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്.